എനിക്ക് 9K ആണോ? ആ എടാ അതാ ഇല്ല എനിക്കിപ്പോ 15K കാണിക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ 15K ആണ് ബ്രോ. ഓ നമുക്ക് നോക്കാം ഇവിടുന്ന് മുന്നോട്ട് പോകുന്നുണ്ടോ. ഹലോ 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 എനിക്ക് എല്ലാവർക്കും ഹാപ്പി വേണം. എടാ എനിക്കത് ഡ്രസ് അവിടെ പാമ്പാണല്ലോ ഓണമായിട്ട് നല്ലൊരു ദിവസമായിട്ട് അടിച്ച് അലമ്പുണ്ടാക്കരുത്. നമുക്ക് ഒരുപാട് പരിപാടികളൊക്കെ നടത്താം. സൗത്ത് ഒരു വണ്ടി എടുത്തോടാ. വണ്ടി എടുത്തോ. ഒരു വണ്ടി എടുത്തിട്ട് പിറകെ അങ്ങോട്ടോ. എന്നാ ട്രക്കിനെ കൂട്ടി കേട്ടാ. കൂട്ടി അങ്ങോട്ടോ. തോക്കൊക്കെ എടുത്ത് വല്ലാത്ത പ്രശ്നമാണ്. സിറ്റിയിൽ എല്ലാരും ഓണം ആഘോഷിക്കണല്ലേ ഇന്ന്. പിന്നെ അന്നാ കാണാൻ വെട്ടിട്ടാലും ഓണം ഉണ്ടോന്നല്ലേ അത്. പിന്നെ അല്ല അതൊക്കെയാണ് മോനെ. ഇത് സിറ്റിയിലെ സെലിബ്രേഷൻ പോലും അല്ല, ടിവിയുടെ ഇവന്റ്. ലെറ്റ്സ് ഗോ. നോക്ക് സിറ്റി മൊത്തം അത്രേ ഉള്ളൂ. പിന്നെ അല്ല അവന്റെ എനിക്കൊന്നും ഓർമ്മയില്ലടാ. നമ്പർ പറഞ്ഞോട്ടോ. സരക്കെ നമുക്ക് ഇവിടുന്ന് മാറി വേറെ എവിടെയും മാറണം. അല്ലെ ഇവിടെ ഭയങ്കര തിരക്ക്. സിറ്റി മുഴുവൻ ഉണ്ട്. എടാ അതെനിക്ക് എന്തായാലും സന്തോഷം കേട്ടാ. ഞാൻ പ്രതീക്ഷിച്ചില്ല. അടിച്ച് പാമ്പല്ലാണോ അടിച്ച് ക്വാണ്ടിറ്റി കഴിക്കുന്നത്. ഞാൻ കണ്ടില്ല. എന്റെ കണ്ടില്ലേ ഒരാളില്ല ഇവിടെ. സോറി ബ്രോ. ഈ മുണ്ട് ഏതിലാണെന്നറിയാവോ? ഹലോ മുണ്ട് തലക്കെട്ടെ. ആ മുണ്ട് തലയിലല്ല, മുണ്ട് താഴെക്കെട്ടത് എവിടെയാണ്? നമ്പർ അടിച്ചലമ്പാക്കല്ലേ വെള്ളം അടിച്ച് ഒരു വണ്ടി എടുത്ത് വാടാ പുറകെ. വെള്ളം അടിച്ചലമ്പാക്കുമാര്. ഷോപ്പിന്റെ അകത്ത് ഭയങ്കര ലാഗ്. ഞാൻ സൗത്തും കൂടി മാറി. നമ്മുടെ ക്യാഗോസിൽ പൂവ്, കായ, വാഴപ്പിണ്ടി എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പ്രോപ്പർ ഓടാവണ്ടേ. എനിക്ക് 40 എടാ ഇത് ആരടാ ഇതിനൊക്കെ. എനിക്കാണ് 120 സ്റ്റേബിള്. ഞാൻ ഓടിക്കാൻ വേണമെങ്കിൽ ഫൈനൽസ് വല്ല ഒരു കളിയില് 3 വട്ടം കത്തുന്ന എന്റെ അടുത്ത് പറയണ്ടേ. എന്ത് കുപ്പിയെ പറ്റി നീ ചോദിക്കുന്നേ? സാധാ വെള്ളമല്ലേ നീ ചോദിക്കുന്നേ? നിന്റെ പ്രായത്തിനനുസരിച്ച് എന്നോട് മിനറൽ വാട്ടറിനെ പറ്റി സംസാരിക്കാം. മിനറൽ വാട്ടർ അങ്ങനത്തെ എന്തിനാണ് എന്നോട് സംസാരിക്കാം. ഞങ്ങള് ഡ്രസ് ഷോപ്പില് 7032 അടുത്തുള്ള 7166 ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ഇവിടെ. ആളില്ലാത്തടത്തോളം എല്ലാവർക്കും ഹാപ്പി ആവണം കേട്ടാ. എടാ ഒന്ന് പറഞ്ഞു. അണ്ണാ പ്രായം ഇത്ര ആയല്ലോ ഉടുപ്പിക്കാൻ. ഓ ഞാൻ മാറത്തരാം. ചന്ദ്ര കഴിഞ്ഞ ഓണത്തിന് ഇവിടെ വെച്ച് ഞാൻ ഒരു പിടി പിടിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ ഓർമ്മയുണ്ട്. നീ ഒരു പിടി പിടിച്ച് നീ ഒരു ഞെക്കിട്ട് ഓടിയായിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്ത്. നീ ഇങ്ങോട്ട് വന്നേ. നിന്നെ മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് വിഷമം വരും.
മോനെ സൗത്ത് നിന്നെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവാതിരിക്കുന്നേ? ഓണമായിട്ട് മോൻ എന്തുവാ വേണ്ടുന്നേ? പറ, വാസോണം മേടിച്ചു തരാം. അണ്ണൻ ഇഷ്ടമുള്ള എന്തേലും എന്നാലും മോന്റെ ആഗ്രഹം, ഓണത്തിന് മോന്റെ ആഗ്രഹം എന്താ? ഞാൻ മേടിച്ചു തരാം. എന്തുവാ വേണ്ട മോനെ? എനിക്ക് അണ്ണനെ കണ്ടാ മതി ഓണത്തിന്. എനിക്ക് ടി വി ചന്ദ്രനെ അവരെയൊക്കെ കണ്ടാ മതി. ഞങ്ങളെയൊക്കെ കണ്ടില്ലേ? ഇനി പൊക്കോ. നിന്റെ പ്രായത്തിലുള്ള ഓടെ ചെറിയ ഓടെ പൊക്കോ. അത്രേ ഉള്ളൂ. അപ്പഴേ പോയിട്ട് ഹലോ, ഇതാരും മനസ്സിലായ പോണാരും മനസ്സിലായ മൈൻഡ് ചെയ്താ ഓട് കേട്ടാ. അതാണ് ഷോ 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 ഓക്കെ 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 അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. ബാബു 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 ചന്ദ്ര, ഇപ്പഴേ നമുക്ക് അടിക്കാം. ഇപ്പഴേ അടിക്കണ്ട, കാരണം അലമ്പൊക്കെ വരും. ഹലോ, ഹലോ, അടുത്ത് വരുമ്പോ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല മുണ്ടിന്റെ ഇതന്നെ മുണ്ട് ഡ്രസ് കോഡ്. എടാ, ഓണം ചാനൽ മോണിറ്റൈസ്ഡ് ചാനലില് യൂട്യൂബ് ചാനൽ സ്ട്രീം ചെയ്ത് അനൗൺസ്മെന്റ് ഒക്കെ വന്നടാ. എന്റെ അമ്മോ, ആണ് നടക്കുന്നത്. എന്തൊരു കലക്കി തന്നെ എനിക്ക് മുണ്ടച്ചി. ചന്ദ്ര കോഹ്ലിയുടെയാണ്, മുന്നിൽ നിന്ന് നടത്തേണ്ടതാണ്. ഇപ്പഴേ അടിച്ച് ഓഫ് ആവരുത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കാനുള്ള സമയമുണ്ട്. എല്ലാ പരിപാടിക്കിടയിൽ അടിക്കരുത്, അലമ്പാവും. ഞാൻ ഇപ്പഴേ പറയാണ്, കേട്ടല്ല? എടാ എടാ, ഇവിടെ തിരക്കാണ്. നമുക്ക് വേറെ ഏതെങ്കിലും ഇതെടുത്ത് പോകണം. വാടാ, അപ്പുറത്തെ എവിടെയെങ്കിലും പോയി. എടാ, ഇത് സിറ്റിയിൽ എല്ലാരും വന്നടാ ഇന്ന്. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ സിയോളില് പോവാം. അങ്ങനെ ഉണ്ടാവുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഓണമായിട്ട് നിനക്ക് സ്കൈയെ പിടിക്കാതെ പറ്റുന്നില്ല. സ്കൈയെ പിടിക്കാതെ നിനക്ക് പറ്റുന്നില്ല. നിനക്ക് എടാ, ഒരു ഡ്രസ് ഷോപ്പ് മാർക്ക് ചെയ്താടാ. ഏതെങ്കിലും ഒരു ഡ്രസ് ഷോപ്പ്. ആളില്ലെന്ന് ഉറപ്പ് വരുത്തണം. ആളില്ലെന്ന് ഉറപ്പ് വരുന്നത് ഒരു ഡ്രസ് ഷോപ്പ്. ചോദിച്ചാ ആരെല്ലാം ഇത് ട്രിക്ക് ചെയ്തു. ട്രിക്കി, നിന്റെ മാപ്പ് നോളജ് ചെക്ക് ചെയ്യട്ടെ. മാപ്പ് നോളജ് പിന്നെ വണ്ടിക്കത്തില്ല. ഇല്ല, ട്രിക്ക് ഡാക്കി ട്രിക്കാന്ന് പറഞ്ഞേ. ട്രിക്കി, ആളില്ലാത്ത ഒരു ഡ്രസ് ഷോപ്പ് പെട്ടെന്ന് പറ. ഞാൻ ഇറങ്ങട്ടെ. 8011 എവിടെയായിട്ട് വരും? 8090 ഉണ്ട് നേരെ. എന്നാ നീ പൊക്കോ, നിന്റെ പുറകെ വരാം. പോട്ടെ. ഒരു തുണി 5 മിനിറ്റ്. എല്ലാരും ഡു ലൈക്ക് ദി സ്ട്രീം. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. തിരുവാവണിരാവ്, മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, മാവിൻ കൊമ്പേറുന്നൊരു കിളിയേ. എടാ, ഇവിടെ തിരുവാതിരക്കുള്ള ആളാ. കളിയായാൽ ആണോ? പോയിട്ടോ മോനെ, പോയിട്ടോ. അപ്പൊ ഹാപ്പി ഓണോടാ മോനെ, കേട്ടാ? ഓക്കെ ഓക്കെ. എടാ, ഞാൻ ഇട്ട മാർക്ക് പോതാണല്ലോ. ഈ ട്രിക്കിക്കൊന്നും അറിയത്തില്ലടേ. ട്രിക്കി, ഞങ്ങൾ ഇവനിട്ട് മാർക്ക് പോകണം. നീ അങ്ങോട്ട് പോകോ. അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നതായിരുന്നു നല്ലത് കേട്ടാ. പോയി ഇന്നത്തോണം പോയി. ചന്ദ്ര, നിന്റെ സൂക്കേട് പറയുന്നതാണ്. നമ്മളാണ് പരിപാടിയാണ്. നീ രാവിലെ തൊട്ട് 9 മണിയാകുമ്പോ ബ്യൂറേജ് വെള്ളം അടിക്കണമെന്ന് പറയുന്ന പരിപാടി നടക്കത്തില്ല. ഇവിടെ നടക്കത്തില്ലേ? ഒറ്റ വണ്ടിയുള്ളൂ ഇവിടെ. വാ, ഇത് സെറ്റ് സ്ഥലമാളിയാ. ഇവിടെ ആരും ഇല്ല. ബ്രോ, ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ഐഡിയ ഒന്ന് പറഞ്ഞു തരുമോ ബ്രോ? ഇതാരാ? മണവാളനാ? ഹലോ, എടാ, ഹലോ കേക്കാവോ? കേക്കുന്നില്ലേ? ഹലോ, കേക്കാവോ? കേക്കാം. 705 348. അവര് ബ്ലാക്ക് ആണ് ഇട്ടേക്കുന്നേ. ഇതെത്ര ഷർട്ട് എത്രയാ? 705. 705. നോക്കട്ടെ, എന്നെ ഒന്ന് കണ്ടു നോക്കട്ടെ. ഓക്കെ. മുണ്ട് ഏതാ? മുണ്ട് വൈറ്റ് ആയിരുന്നു ബ്ലാക്ക് ആയിരുന്നു? ചോദിക്കട്ടെ. ഈ തോക്കെടുത്ത് മാറ്റട്ടെ ഒരു മിനിറ്റ്. നല്ലൊരു ദിവസമായിട്ട് എന്തിനാ തോക്കൊക്കെ? ഇന്ന് അടി പൊട്ടിയാലും നിന്നം കൊള്ളും.
ഹലോ എടാ ചന്ദ്ര ചന്ദ്ര അണ്ണാ, മുണ്ട് 348. 348. മണു ഓ ചന്ദ്രു എന്താ വയ്യേ? എന്ത് പറ്റിയടാ? സൗണ്ടില്ല. ഹോസ്പിറ്റലിൽ പോയോ? ഓ പോയി. അണ്ണാ അവസ്ഥ പറയല്ലേ ഇവിടെ. എന്തോ ഇവിടെ ഹോസ്പിറ്റൽ ഇല്ലേ? പലവട്ടം പോയില്ലടാ, ഹോസ്പിറ്റലിൽ പോയില്ല നീ? ഓ പോയി. ഏത് ഡോക്ടർ ചികിത്സിച്ചത്? ജാംസിങ്ങിനെ തപ്പിയാണ് പോയത്. പക്ഷെ ജാംസിങ്ങിനെ കിട്ടിയില്ല. ജാംസിങ് ബിസിയാണടാ. ജാംസിങ് അങ്ങനെ പനിയെ പറ്റി ഓ തിരക്കണ്ണ. നീ എന്തിനാ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? എടാ ഒന്ന് മാറിക്കോടാ. ഞാൻ കൈ ഒന്ന് ഫിക്സ് ചെയ്തോടാ. എന്റെ കൈ എന്ത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹാൻഡ്. അപ്പൊ കൈ പോയി. സത്യം കൊറേ നാളായില്ലേ? ഏത്? നീ പോലീസിൽ കയറിയാ? ഓ ഓൾ ഗുഡ്. ഞാൻ കണ്ണാടിയിൽ നോക്കട്ടെ. എന്റെ റേഡിയോ പെട്ടെന്ന് മാറി സുന്ദരൻ. ഹലോ എവിടെ? പരിപാടികളൊക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാ സെറ്റല്ലേ? എല്ലാം സെറ്റാണ്. നമ്മൾ ഒരുമിച്ചല്ലേ ഇറങ്ങി. ചന്ദ്ര ഒരു മാമി കയറി പിടിച്ച കേസിലും ഞാൻ മറ്റേ ക്യാമറിന്റെ കേസിലും മറന്നുപോയാ. എല്ലാരും ലൈക്ക് ചെയ്യണം മറക്കല്ലേ. എന്താ റേഷൻ കാർഡിൽ പോലും പേരില്ലാന്ന് പറഞ്ഞിട്ട് കേസെടുത്തത്. ചന്ദ്ര ഇങ്ങോട്ട് ചന്ദ്ര, ഈ വട്ടം നമ്മുടെ അവിടെ ഓണം കൂടാൻ പറ്റാത്തവർക്കും പുറത്തൊക്കെ ഉള്ളവർക്കും ഒരു ഓണം കൂടിയ ഫീൽ അങ്ങ് കിട്ടണം ചന്ദ്ര. സത്യം അവരുടെ ഒരു വലിയ റിക്വസ്റ്റ് തന്നെയായിരുന്നു. അതെ സത്യം അതായിരുന്നു. ആ ഒരു റിക്വസ്റ്റ് നമുക്ക് ഇന്നങ്ങ് സാധിച്ചു കൊടുക്കണം. സത്യം പറഞ്ഞ ഈ വട്ടത്തെ ഓണം എനിക്കും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. കാരണം പ്രഗ്നന്റ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പുറത്തങ്ങനെ പോകാനും അങ്ങനൊന്നും പറ്റിയില്ല. അപ്പൊ പിന്നെ ആകെ ഉള്ള ഒരു ഓണം എന്ന് പറഞ്ഞിരുന്ന അടുത്തുള്ള വായനശാലയിൽ പോയി വടം വലിച്ചു, മുണ്ട് കീറി, അത് കളിയും തോറ്റു. നടുറോടി മുണ്ടഴിഞ്ഞു പോയളിയാ. സത്യം പറഞ്ഞ ഒരു നല്ലൊരു എനിക്കാണെങ്കിൽ മുണ്ട് കൊടുക്കാൻ അറിയത്തില്ല. ഞാൻ ഒട്ടിക്കുന്ന മുണ്ടാണ് മേടിച്ചത്. ആ ഒട്ടിക്കുന്ന മുണ്ട് മേടിച്ച് അതും തൊലിഞ്ഞ് റോഡിൽ വീണ് പോയി മുണ്ടു കഴിഞ്ഞ് ആകെ നാറി. അതുകൊണ്ട് എനിക്കും നല്ലൊരു ഓണം കൂടുന്ന പറഞ്ഞാൽ നമ്മൾ ഇവിടെ മൊത്തത്തിൽ ഇന്നൊരു നല്ലൊരു ഓണം അങ്ങ് ആക്കുവാണ്. സത്യം ജയിച്ചതുമില്ല, മുണ്ട് ഒരിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ആകെ നാറിയിരിക്കുവായിരുന്നു. അത് ആ ക്ഷീണം എനിക്കും മാറ്റണം. അപ്പം പരിപാടി നമ്മുടെ ഓണം ബമ്പർ എപ്പോഴാ കൊടുത്തു തുടങ്ങുന്നേ? ഇന്നലെ കൊടുത്തോ ഓൾറെഡി ആൾക്കാർക്ക്? കൊറേ കൊടുത്തല്ലേ? ഓക്കെ. ഓണം ബമ്പർ എത്ര രൂപയാണ്? ഓണം ബമ്പർ 50,000 അതാണ്. പിന്നല്ല അവിടെ 50,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓണം മെമ്പർ മറ്റേ അടിച്ച് ചേർത്ത് എടുക്കട്ടി തരും അമ്മാര്. ഓണം മെമ്പർ പറഞ്ഞിട്ട് 20,000 രൂപ കൊടുത്താല്. സത്യം. ഹലോ ചന്ദ്രൻ എന്തോ പ്രശ്നമുള്ളൂ. കുഴപ്പമില്ല പറഞ്ഞോ. ഹാരി സാന്റ. ഓ ബ്രോ പറഞ്ഞോ. സുഖമാണോ? എനിക്ക് ആളെ മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പരിചയമൊന്നും കാണിക്കാൻ പറ്റത്തില്ല. പേരെന്താണ്? എന്റെ പേര് ഹാരി സാന്റ. ഇതിനു മുമ്പ് സിറ്റിയിൽ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ആണല്ലേ? അപ്പൊ ഞാനും വാസുണ്ണ ഞാൻ മുമ്പ് വിളിച്ചായിരുന്നു ഈ സിറ്റി വന്ന സമയത്ത്. അപ്പൊ പറഞ്ഞു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വിളിച്ചെന്ന് പറഞ്ഞ ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഓ ആ ഗിഫ്റ്റ് ഇപ്പൊ തന്നാ മതി, കുഴപ്പമില്ല.
ആ ഇപ്പൊ തരാം. ആ, okay. എന്റെ കൂടെ ഓ വരാമോ? ഇതാ വരുന്നത് ഒരു വണ്ടിയായിരുന്നു. അയ്യോ വണ്ടിയാണെങ്കിൽ പിന്നെ മേടിക്കാം ബ്രോ. ഇപ്പൊ മേടിക്കാൻ വന്നാൽ ശോകവും. കാരണം കൊറേ പരിപാടി എഴുതിയാറുണ്ട് ഞാൻ വല്ല കാശ് രൊക്കത്തിന് വല്ല 10-20 കോടി തരാണെങ്കിൽ മേടിച്ചാൽ കേട്ടാ ചേട്ടാ. ഇതായിരുന്നു എന്റെ ഓണം ബമ്പർ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കാറൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല നമ്മളിപ്പോ. അല്ലല്ല വണ്ടി എന്ന് പറഞ്ഞാൽ best വണ്ടിയാണ്. ആണല്ലേ ഇത് പരിപാടി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് വിളിക്കാം. എന്റെ നമ്പർ അറിയില്ല 3333. എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ സെറ്റ്. ഓക്കെ ബൈ ബൈ. ചന്ദ്ര വാ. എല്ലാം സെറ്റ്. എടാ എല്ലാരും റെഡിയല്ലേ? എടാ വേഗം പിളവണം ചാവണം കാര്യങ്ങളൊക്കെ കേട്ടാ. ഞാൻ എല്ലാവരുടെയും എത്തും. കൊടുത്താ മതി. ഓ നമ്മള് മുണ്ടും കോണൊക്കെ എടുത്ത് ഇറങ്ങി. ഓ അതാ മുണ്ട കൊടുത്തോ അടിയെ കണ്ടിടക്ക്. വാ. എടാ കണ്ണാപ്പിയൊക്കെ എന്ത് ചെയ്യും? അതാ എല്ലാം ഉണ്ട്, എല്ലാം സെറ്റ്. പിന്നെ എന്നാ ഒരു ചെറിയ രണ്ട് കുറച്ച് പരിപാടികളുണ്ട്. അടിയുണ്ട് ഇടയ്ക്ക്. ഞാൻ ഒരു കാര്യം പറയാം. പരിപാടി കിടക്കാൻ അടിച്ച് അലമ്പുണ്ടാക്കരുത്. നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് അടിക്കാം. എന്നാ ഒരു ചെറുതെടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. ഇല്ല തുടങ്ങിയില്ല അപ്പൊ സ്വന്തമായി നിന്നെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ലാത്തോണ്ട് നീ അടിച്ച് കിണ്ടിയാലും കുഴപ്പമില്ല. വെട്ടി കുഴിച്ച് മൂടിക്കോളാം. അതെ എടാ നമ്മളിപ്പോ എങ്ങോട്ട് പോണം? കോൺടാക്ട് മറ്റു വിവരങ്ങൾക്ക് 1 പ്രസ് ചെയ്യാം. ഇല്ല ബാബു എല്ലാരും വിളിച്ചപ്പോ ഇവരുടെ ആള് പോയി. പിന്നെ ഒന്നും മിണ്ടിയിട്ടേ ഇല്ല ഇതിനകത്ത്. ഡ്രസ് ഷോപ്പ് വരെ പോക്കാണ് നമ്മളവിടെ. വാ കേറി. രായന്റെ നമ്പർ ഏതാ? 003 ആയിരുന്നു. എല്ലാം ബ്രോ രാത്രിക്ക് ആളെ കുടുങ്ങി ഹലോ ഇല്ലെന്നാ കണ്ടല്ലോ. അയ്യോ ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ട കാര്യമാണ്. ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ടല്ലോ ഒന്ന്. ആണ്ടിലൊരിക്കൽ ആരാടാ ഈ ട്രിക്കിനെ ഒന്ന് കളയുടെ എടുത്ത് ട്രിക്കി ഒന്ന് പതുക്കെ പാടാ. എന്തിനു കാണിക്കുന്ന നിന്റെ അത് ഞാൻ അറിയില്ലല്ലോ ബ്രേക്ക് പിടിച്ചത്. ഓണത്തിന് മാവേലിയാക്കാൻ നിങ്ങളെ കറക്റ്റ് ആണ് കേട്ടാ. ഗോഗ് കഴിഞ്ഞാ പിന്നെ നിങ്ങളെ ആരീ പറയുന്നേ? ആരാ പറഞ്ഞ 2 മാവേലി ആവേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. ഇല്ല നിങ്ങളാണ് മെയിൻ മാവേലി. നിങ്ങളാണ് ഇപ്പൊ മെയിൻ മാവേലി. നിങ്ങളെ അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടേ ഇല്ല നമ്മള്. നമ്മള് നോക്കില്ല അതിനൊന്നും. പറഞ്ഞില്ലേ ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഞങ്ങള് തിരിച്ചതായി മുതുകില് അമ്പ് പറഞ്ഞു മൊഴി ഡെസ്ക്ടോപ്പിലാണ്. ഇല്ല മുടുക്കിലുണ്ടാവോ? നീ എവിടെ? നീ ഏത് ഡ്രസ്സോപ്പില്? ഞാൻ ബൈ 007 അടുത്തുള്ള ഡെസ്ക്ടോപ്പിലുണ്ട്. അണ്ണാതെ മോളോട്ട് നോക്കിയേ. കണ്ട് ഇതാര് അമ്പത്തൂരിന്റെ ഫ്ലക്സ് വെച്ചതാ? ഇതെന്തിന്? അതെന്തൊക്കെയാണ്? തക്കുട് വേണം. എടാ ബാബു കാപ്പി കോണോ? ബാബു ഡെസ്ക്ടോപ്പിലുണ്ട് ഇങ്ങോട്ട്. അത് ഏത് ബൈ 007 അടുത്തുള്ള ഇവിടെ തിരക്കില്ല. ഇങ്ങ വലിയൊരു മാവേലിയുടെ മൂട്ടിലുണ്ട്. അണ്ണാ എന്റെ എല്ലാം ലോഡ് ആയിക്കൊണ്ടിരിക്കണുള്ളൂ. എന്തൊരു പ്രശ്നം. എന്റെ പള്ളി ഇത് എന്താ ഇരിക്കണേ? കിടുക്ക് സാധനം അല്ലേ? ഇവിടെ ഇപ്പൊ ഈ കപ്പിൾസിനൊക്കെ പറ്റിയിട്ട് സാധനങ്ങൾ തുടങ്ങി കേട്ടോ. അതല്ലേലും അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ ആരും ഇല്ലല്ലേ ആർക്കും. ഓണം പ്രോഗ്രാം പാർട്ടിസിപ്പൻസ് മസ്റ്റ് ബി യൂസിംഗ് ഓഡിയോ ഫ്രം എ ന്യൂ യൂട്യൂബ് ചാനൽ ഓർ നോൺ മോണിറ്റൈസ്ഡ് ചാനൽ. അത് മനസ്സിലല്ലേ? പരിപാടി ചെയ്യണവര് നേരത്തെ പോയി യൂട്യൂബിൽ ഏതെങ്കിലും ഇതിൽ കൊണ്ടിട്ടിട്ട് വേണം വരാൻ കേട്ടോ. ഇതൊന്നും കണ്ടില്ലേ? എന്താടാ കേട്ടില്ല. മോണിറ്റൈസേഷൻ ഇല്ലാത്ത ചാനൽ ഇട്ടിട്ട് വേണം മറ്റേ പാട്ടും കാര്യങ്ങളൊക്കെ പരിപാടിക്ക് വേണ്ടി പാട്ടിട്ടൂലേ?